യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് വാഗൊണ്ട് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന പേരിട്ടു. ഇന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന സന്ദേശം മറ്റൊന്നല്ല, ദേശത്ത് മാനിക്കുന്ന ദൈവം, ദേശത്ത് ഇടമൊരുക്കുന്ന ദൈവം, രഹബോത്തിനെ വെളിപ്പെടുത്തുന്ന ദൈവം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു എന്ന് വായിക്കുന്നു. എന്നാൽ ഇതിൻ്റെ പിറകിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇസ്ഹാക്ക് വിതയ്ക്കുന്നതിന് മുൻപ്, 100 മേനി വിളവ് കിട്ടുന്നതിന് മുൻപ്, യഹോവയാകുന്ന ദൈവം തന്നെ അനുഗ്രഹിക്കുന്നതിന് മുൻപ്, ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ താൻ കടന്നുപോയ, താൻ വന്ന ചില വഴികളും ചരിത്രങ്ങളും മറഞ്ഞു നിൽക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി 26-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ കാലത്ത് ഉണ്ടായ വലിയൊരു ക്ഷാമമാണ്. അതേ ക്ഷാമം ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായി. ആ ക്ഷാമത്തിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസഹാക്ക് ഗെരാറിൽ നിന്ന് ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കിലേക്ക് പോകുന്നു. അതാണ് 26-ന്റെ 1-2 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഈ ക്ഷാമത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും, ഈ ക്ഷാമത്തിൽ നിന്നൊരു ഒഴിവുണ്ടാകുവാനും, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകാനും, അല്ലെങ്കിൽ തനിക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള ഭക്ഷണവും തനിക്ക് ജീവിക്കുവാനുള്ള നന്മകളും പ്രാപിക്കേണ്ടതിന്, താൻ നിലനിൽക്കേണ്ടതിന്, ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇസഹാക്ക് ഗേരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി അഭയം ചൊല്ലുവാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ, ഹല്ലേലൂയ, ബുദ്ധിയിൽ ആശ്രയിച്ച്, ചിന്തയിൽ ആശ്രയിച്ച്, സാഹചര്യത്തെ കണ്ടുകൊണ്ട് മിസ്രൈമിലേക്ക് പോകാൻ നിൽക്കുന്ന ഇസഹാക്കിനോട് 2-ാമത്തെ വാക്യത്തിൽ യഹോവ അവന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് തന്നെ നീ പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് വാഗ്ദത്തങ്ങളെ ഞാൻ നിവർത്തിക്കുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, അവസ്ഥകളെ കണ്ടുകൊണ്ട്, പ്രസന്റ് സിറ്റുവേഷൻസിനെ കണ്ടുകൊണ്ട് ഒരു റോങ് ഡിസിഷൻ എടുക്കുകയാണ് ഐസക് അഥവാ ഇസഹാക്ക്. മറ്റെങ്ങും പോകാനല്ല, ഈജിപ്തിലേക്ക് പോകുവാൻ, ദൈവത്തെ ആശ്രയിക്കാത്ത ജാതികളായ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുവാൻ, ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിൽക്കുന്ന, ദൈവിക അനുഗ്രഹം വന്നു കിടക്കുന്ന തലമുറയിലെ ഇസഹാക്ക് തീരുമാനമെടുക്കുമ്പോൾ വേറെ ആരെയും കൊണ്ടും അവനോട് സംസാരിക്കുവാനില്ലായകയാൽ യഹോവ തന്നെ അവന് പ്രത്യക്ഷപ്പെട്ടു പറയുന്നു, ശക്തമായ താക്കീത് കൊടുക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവൻ, വിളിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ, വിശുദ്ധീകരിക്കപ്പെട്ടവൻ, ദൈവപൈതൽ എന്ന് പറയുന്നവൻ മിസ്രൈമിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ജാതികളുടെ വഴി നീ തെരഞ്ഞെടുക്കരുത്, ജാതികളെ നീ ആശ്രയിക്കരുത്. കാരണം നീ വാഗ്ദത്ത തലമുറയാണ്. നിന്റെ അപ്പൻ്റെ മേൽ, നിന്റെ പിതാവിൻ്റെ മേൽ ഞാൻ ഇട്ടിരിക്കുന്ന വാഗ്ദത്തം ചെറുതല്ല. നിന്റെ തലമുറകളുടെ മേൽ ഞാൻ പകർന്നിരിക്കുന്ന വാഗ്ദത്തം ചെറുതല്ല. ഇസ്ഹാക്കേ, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ എന്നെ മറന്ന് ജാതികളെ ആശ്രയിച്ചാൽ, നിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ നീ ഈജിപ്തിനെ തെരഞ്ഞെടുത്താൽ, നിന്റെ ചരിത്രം അവിടെ കൊണ്ട് തീരുകയാണ്. എന്നാൽ നിന്റെ അപ്പൻ എന്നെ ആശ്രയിച്ചതുപോലെ, നിന്റെ അപ്പനായ അബ്രഹാം എനിക്ക് വേണ്ടി നിന്നതുപോലെ, നീ എൻ്റെ വചനത്തിനും എൻ്റെ വാഗ്ദത്തത്തിനും വേണ്ടി നിലകൊണ്ടാൽ നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ദേശത്തിൻ്റെ മധ്യേ ഞാൻ തെളിയിക്കുവാനിടയാകും. അത് മാത്രമല്ല, നിന്റെ അപ്പനോട് പറഞ്ഞിരിക്കുന്ന പല വാഗ്ദത്തങ്ങളും, പെൻഡിങ് ആയി നിൽക്കുന്ന പല പ്രോമിസുകളും നിന്റെ മേളിൽ ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഏതൊക്കെയോ കുടുംബങ്ങളോട് സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നു. പെൻഡിങ് ആയി നിൽക്കുന്ന ചില പ്രോമിസുകൾ, പെൻഡിങ് ആയി നിൽക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ദൈവവഴി തിരഞ്ഞെടുക്കുന്ന ദൈവപൈതലേ, നിനക്ക് വേണ്ടി നിവർത്തിക്കുവാൻ സ്വർഗം ഇന്ന് പകലിൽ പദ്ധതി ഒരുക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. സ്വർഗത്തിലെ ദൈവം ഇസഹാക്കിനോട് ഇങ്ങനെയാ പറയുന്നത്, നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തെ മാറ്റുമെന്നും, നീ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്തിൽ നിന്നെ അനുഗ്രഹിക്കുമെന്നും, നിന്റെ സന്തതികൾക്ക്
ഞാൻ ദേശം തരുമെന്നും നിന്റെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസവും അനുസരണവും നിമിത്തം നീ അനുഗ്രഹിക്കപ്പെടുമെന്നും അവന് പ്രോമിസ് കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലേ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം 37:3 ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ഗരാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വരണ്ട താഴ്വര എന്നാണ്. ഗരാർ എന്ന വാക്കിന്റെ അർത്ഥം വരണ്ട താഴ്വര എന്നാണ്. ഗരാറിൽ ഇസഹാക്ക് പാർക്കുകയാണ്. പക്ഷെ ഇസഹാക്ക് എവിടേക്കാ പോകാൻ ഉദ്ദേശിച്ചത്? ഈജിപ്തിലേക്ക്. എന്താണ് ഈജിപ്തിന്റെ പ്രത്യേകത? ഈജിപ്തിന്റെ പ്രത്യേകത നൈൽ നദി ഒഴുകുന്ന ഭൂമിയാണ്. വെള്ളം ഇഷ്ടം പോലുണ്ട്. ഗരാറിൽ എന്തില്ല? ഗരാറിൽ വെള്ളമുള്ള സ്ഥലമല്ല. ഗരാർ വരണ്ട താഴ്വരയാണ്. അങ്ങനെ സ്തോത്രം, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇസഹാക്ക് നൈൽ നദിയുടെ പുഷ്ടിയും ഈജിപ്തിന്റെ നന്മയും മനസ്സിൽ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഇസഹാക്കേ, നീ ഈജിപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നൈൽ നദിയെ കണ്ടോണ്ടായിരിക്കും നീ ഈജിപ്തിലോട്ട് ചുവട് വയ്ക്കുന്നത്. പക്ഷെ നീ പാർക്കുന്ന ഗരാറിൽ ഉറവ തുറക്കാൻ എനിക്ക് കഴിയും. നീ പാർക്കുന്ന ഗരാറിൽ നിന്റെ വരണ്ട നിലത്തെ ഊഷ്മള ഭൂമിയാക്കുവാൻ, സമ്പുഷ്ടമാക്കുവാൻ എനിക്ക് കഴിയും. പ്രത്യേകിച്ച് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിന്റെ ചില പ്രസന്റ് സിറ്റുവേഷനെ കണ്ട്, നിന്റെ ചില പാസ്റ്റിങ്സിനെ ഓർത്ത്, കഴിഞ്ഞ കാലങ്ങളെ ഓർത്തും ഇപ്പോഴത്തുള്ള സാഹചര്യങ്ങളെ മനസ്സിൽ കണ്ടും ആവശ്യമില്ലാത്ത ചിന്തകൾ അകത്തേക്ക് കയറി തെറ്റായ തീരുമാനങ്ങളിലേക്ക് ചുവടുവയ്ക്കാൻ തുടങ്ങുമ്പോൾ വ്യക്തികളോട് ദൈവാത്മ പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാൻ നീ തിരഞ്ഞെടുക്കുന്ന വഴികൾ വേണമെന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ നിന്റെ ബുദ്ധിയുടെ ചിന്തകൾ വേണമെന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, നീ നിൽക്കുന്ന ഇടത്ത്, നീ നിൽക്കുന്ന മണ്ണിൽ, നീ നിൽക്കുന്ന ഭൂമിയിൽ, നീ പാർക്കുന്ന ദേശത്തിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന രാജ്യത്തിൽ നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുഴുവൻ ഞാൻ നിവർത്തിക്കാൻ പോകുക എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞേ, പെൻഡിങ് ആയി നിൽക്കുന്ന, നടപ്പിലാകാതെ പെൻഡിങ് ആയി നിൽക്കുന്ന പല പ്രോമിസുകളും ഇസഹാക്കെ നിന്റെ തലമുറയിൽ റിലീസാകാൻ പോവുകയാണ്. ഇത് ഒരു പ്രവചനമായി, ഒരു ദൈവിക ദൂതായി, ഒരാലോചനയായി ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ നാളുകളിൽ സഭയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ദേശത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ കാതിൽ മുഴങ്ങിയ വാഗ്ദത്തങ്ങൾ, പലതും നിറവേറപ്പെടാനുള്ള വാഗ്ദത്തങ്ങൾ, പെൻഡിങ് ആയി നിൽക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ സ്വർഗം നിന്നിലും നിന്റെ തലമുറയിലും ദൈവത്തിന്റെ സഭയിലും നിന്റെ ശുശ്രൂഷയിലും സ്വർഗം റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഇസഹാക്കുമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ സന്ദേശത്തിന്റെ ആലോചനയുടെ മുൻപിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, അങ്ങനെ ഇസഹാക്ക് ഗരാറിൽ പാർത്തു. ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എൻ്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റെബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യ എന്ന് പറയാൻ അവൻ ശങ്കിച്ചു. അങ്ങനെ ഏറെക്കാലം പാർത്ത ശേഷം ഫിലിസ്ത്യരുടെ രാജാവായ അബീമേലെക്ക് കിളിവാതിൽ കൂടി നോക്കി ഇസഹാക്ക് തന്റെ ഭാര്യ റിബേക്കയോടുകൂടെ വിരോധിക്കുന്നത് കണ്ടു. അബീമേലെക്ക് ഇസഹാക്കിനെ വിളിച്ചിട്ട്, അവൾ നിന്റെ ഭാര്യയാകുന്ന നിശ്ചയം, പിന്നെ എൻ്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചത് ഇസഹാക്ക് അവനോട്, അവളുടെ നിമിത്തം മരിക്കാതിരിക്കുവാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അബീമേലെക്ക് പറയുകയാണ്, നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ ശയിക്കുവാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അബീമേലെക്ക്, ഈ പുരുഷനെയോ ഇസഹാക്കിനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവൻ മരണശിക്ഷ ഉണ്ടാകുമെന്ന് സകല ജനത്തോടും കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിന്റെ പിതാവായ അബ്രഹാം കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെ മോനും കടന്നു പോവുകയാണ്. ഇതേ സാഹചര്യം അപ്പനും ഉണ്ടായി. അത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യത്തിലാണ്. ആ ഭാഗം നിങ്ങൾക്കറിയാവുന്നതാണ്. അബ്രഹാം ഏത് സിറ്റുവേഷനിലൂടെ കടന്നുപോയോ അതുപോലെ തന്നെ മോനും കടന്നു പോവുകയാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ഇസഹാക്കിന്റെ ഭാര്യയെ ജാതികീയ രാജാവായ ഫെലിസ്ത്യനായ അബീമേലെക്കിന്
ഇഷ്ടം തോന്നി, താല്പര്യം തോന്നി. സാറയെ കൊണ്ടുപോയതുപോലെ തന്നെ റബേക്കയും ഫെലിസ്ത്യ രാജാവ് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ഒരു വലിയ സംഭവം ഉണ്ടായി. സാറയെ തൊട്ടേക്കരുത് എന്ന് പറഞ്ഞ അതേ ദൈവം ഇതേ രാജാവിനോട് പറഞ്ഞു, റിബേക്കയെ തൊട്ടേക്കരുത്, അവളെ തൊട്ടേക്കരുത്. ദൈവത്തിന്റെ ഇടപെടിയിൽ വ്യക്തിപരമായി ആ ജാതികീയ രാജാവായ അബീമേലെക്കിന് ഉണ്ടാകുകയാണ്. ഞാനിവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായി നിൽക്കുമ്പോഴും ഇസഹാക്കിനെ സംബന്ധിച്ച് ഇസഹാക്കിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇസഹാക്ക് ഒറ്റയാനാ, ഒറ്റ മനുഷ്യനാ, അശക്തനാ. ഇസഹാക്കിന് ഈ രാജാവിനെയോ ഭരണകൂടത്തെയോ തൊടാൻ കഴിയില്ല, ഭാര്യയെ പിടിച്ചു വെക്കാൻ കഴിയില്ല. പെങ്ങളാന്ന് പറഞ്ഞു പോയത്, പെങ്ങളാന്ന് പറയുമ്പോൾ കൊണ്ടുപോകുമല്ലോ, പിന്നെ ഇവനെ ഭാര്യയാന്ന് പറഞ്ഞാൽ ഇവനെ കൊന്നിട്ടേ പുള്ളിക്കാരിയെ കൊണ്ടുപോവുള്ളൂ. എന്തായാലും അവളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഉറപ്പായപ്പോൾ അപ്പൻ പറഞ്ഞ അതേ ഭാഷയിൽ മോനും പറഞ്ഞു. അപ്പനും ഇത് തന്നെയാ പറഞ്ഞു. അപ്പൻ പറഞ്ഞ അതേ ഭാഷയിൽ മോനും പറഞ്ഞു, അതെന്റെ ഭാര്യയല്ല, അതെന്റെ പെങ്ങളാണ്. പ്രൈസ് ഗോഡ്. ഇസഹാക്കിനെ അവിടെ നിർത്തിയേച്ച് റബേക്കയെ കൊണ്ടുപോയിട്ട് മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും അകത്ത് ഫെലിസ്ത്യ രാജാവിന് സ്വർഗത്തിന്റെ ഇടപെടിയിലുണ്ടായി. മറ്റൊരു ഇടപെടിയിലല്ല കുഞ്ഞെ, തൊട്ടേക്കരുത് എന്ന ഇടപെടിയിൽ. നീ അശക്തനായി നിൽക്കുമ്പോഴും, നിനക്ക് പലയിടത്തും വാതുറക്കാൻ കഴിയാതിരിക്കുമ്പോഴും, നീ ചില സന്ദർഭങ്ങളിൽ നിസ്സഹായനായി നിൽക്കുമ്പോഴും തിരിച്ചറിയുക, അരമനകളിലും കൊട്ടാരങ്ങളിലും സ്തോത്രം നിനക്ക് വേണ്ടി ഇടപെടുന്ന ശക്തനായ ഒരു ദൈവം നിനക്കുണ്ട് എന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പലതും നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ, പലതിനെയും നിനക്ക് സംരക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നിനക്ക് വേണ്ടി നിനക്കുള്ളതിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസഹാക്കെ, ആരാ റിബേക്കയെ സംരക്ഷിച്ചത്? നിന്റെ ശക്തിയാണോ? അല്ല, എന്നെ വിളിച്ച എൻ്റെ ദൈവം, എനിക്ക് പ്രത്യക്ഷ എന്റെ ദൈവം എന്റെ ഭാര്യയെ സംരക്ഷിച്ചു. അബ്രഹാമെ ആരാ സാറയെ സംരക്ഷിച്ചത്? അവളുടെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കാതിരുന്നത്. അബ്രഹാം പറയും, എന്റെ യഹോവ, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം എന്റെ ഭാര്യയെ സംരക്ഷിച്ചു. ഇന്ന് ഈ പകൽക്കാലം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കാലം അതിന്റെ അന്ത്യത്തിലേക്കും ലോകം അതിന്റെ അവസാനത്തിലേക്കും പോകുമ്പോൾ, മരണങ്ങൾ കുത്തൊഴുകി നടക്കുമ്പോൾ, പ്രതിസന്ധികൾ വെളിപ്പെടുമ്പോൾ, സാമ്പത്തിക തകർച്ചകൾ നിലകൊള്ളുമ്പോൾ, ആമീൻ, പല വീട്ടിലും കറുത്ത കോടി കുത്തിപ്പിടിക്കുമ്പോൾ, നിന്റെ ഭവനത്തെ പ്രൊട്ടക്ട് ചെയ്തത് സ്വർഗമോ? രോഗമില്ലാഞ്ഞല്ല, മരണമില്ലാഞ്ഞല്ല, തകർച്ചയില്ലാഞ്ഞല്ല. ഹല്ലേലൂയ. പലരും പരാജയപ്പെട്ട സ്ഥാനത്ത്, പലരും തകർന്നു പോയ സ്ഥാനത്ത്, പലരും വീണുപോയ സ്ഥാനത്ത്, ഈ കഴിഞ്ഞ 1.5 വർഷത്തിനകത്ത് 100 കണക്കിന് പേർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ സ്ഥാനത്ത്, ഹല്ലേലൂയ, എണ്ണത്തിൽ പലരും കുറഞ്ഞു പോയ സ്ഥാനത്ത്, നിന്നെയും നിന്റെ കുടുംബത്തെയും നിലനിർത്തിയ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് പകൽ നിനക്ക് നന്ദി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ?